ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ നിന്നും നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 32:6 ഇപ്രകാരം പറയുന്നു: ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. ഇന്ന് ഡൽഹി നഴ്സസ് മിനിസ്ട്രിയും അഗസ്റ്റിൻ ലൈജു പുതുശ്ശേരി അച്ഛനും ചേർന്ന് നയിക്കുന്ന ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നാം പങ്കുചേരുമ്പോൾ നമ്മുടെ കോട്ടയായ, നമ്മുടെ ആശ്രയമായ കർത്താവിനെ നമുക്കും ഇവരോട് ചേർന്ന് ആരാധിക്കാം. ആരാധന 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 ആരാധന. പ്രിയമുള്ളവരെ, കർത്താവായ യേശുനാഥൻ യോഹന്നാന്റെ സുവിശേഷത്തില് 16-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ലൂക്കാസ് സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിലൂടെ ഈ ദിവ്യകാരുണ്യ ഈശോ നമ്മോട് പറയുകയാണ്, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകുമെന്ന്. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് വന്നണഞ്ഞിരിക്കുന്ന ഈ എല്ലാ നേഴ്സസിനെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കാരണവനായ കർത്താവെ, അങ്ങയുടെ സന്തോഷമാണ്, അങ്ങ് നൽകുന്ന സന്തോഷമാണ് കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഞങ്ങളുടെ ജീവിത ദുഃഖങ്ങളുടെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആകുലതകളുടെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെയും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയുമായ എല്ലാ പ്രയാസങ്ങളുടെയും അസ്വസ്ഥതകളുടെയും നടുവിൽ ഞങ്ങൾ നിൽക്കുമ്പോഴും ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് എന്നോട്, ഞങ്ങളോട് ഓരോരുത്തരോടുമായി അങ്ങ് പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇന്ന് പ്രിയമുള്ള മക്കളെ, ഈ ദിവ്യകാരുണ്യ ഈശോ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന്. ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും അസ്വസ്ഥതകളെയും ജോലിയുടേതായ എല്ലാ പ്രയാസങ്ങളെയും ഉത്കണ്ഠകളെയും കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് നൽകാം. ഈ നഴ്സിംഗ് മിനിസ്ട്രിയിൽ നമ്മൾ അനുഭവിക്കുന്ന മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രയാസങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. നമ്മുടെ തന്നെ ശരീരത്തിൻ്റെതായ വേദനകളും നമ്മുടെ കുടുംബത്തിൻ്റെതായ പ്രയാസങ്ങളും എല്ലാം നമുക്കുണ്ട്. എങ്കിലും ഈ ദിവ്യകാരുണ്യ ഈശോ നമ്മെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നൽകിയ സൗഖ്യം നമ്മുടെ സാമീപ്യത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, അലിവ് നിറഞ്ഞ ഒരു നോട്ടത്തിലൂടെ ഓരോ രോഗിയിലേക്കും പകർന്നു നൽകിക്കൊണ്ട് ഒരു ക്രിസ്തുവായി മാറുവാൻ വേണ്ടിയുള്ള വിളിയാണ് പ്രിയമുള്ളവരെ ഈ നഴ്സിംഗ് മിനിസ്ട്രിയിലേക്കുള്ള നമ്മുടെ വിളി. മർക്കോസിന്റെ സുവിശേഷത്തില് 3-ാം അധ്യായത്തില് 13-ാമത്തെ വചനം കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, തനിക്കിഷ്ടമുള്ളവരെ ദൈവം, തനിക്കിഷ്ടമുള്ളവരെ ഈശോ തൻ്റെ അടുക്കലേക്ക് വിളിച്ചുവെന്ന്. അതെ, ഈശോയായി മാറുവാൻ വേണ്ടി
ഈശോ നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഈശോയുടെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ആ ഈശോ പ്രിയമുള്ളവരെ നമ്മെല്ലാവരെയും തിരഞ്ഞെടുത്തു. ഇരു കരങ്ങളെയും നമുക്ക് നമ്മുടെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ, ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, തീരുമാനങ്ങളെ, മനസ്സിൻ്റെ ദുഃഖങ്ങളെ എല്ലാം നമുക്ക് ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നൽകാം. കർത്താവെ, അങ്ങെന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, അങ്ങേക്ക് എന്നോട് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കർത്താവെ ഈ ഒരു ശുശ്രൂഷയിലേക്ക്, ഈ ഒരു നഴ്സിംഗ് മിനിസ്ട്രിയിലേക്ക് കർത്താവെ അങ്ങനെ വിളിച്ചത്. ഓ കർത്താവെ, എൻ്റെ ഈ വിളി എന്ന് പറയുന്നത് അങ്ങ് നൽകിയ ദൈവവിളിയാണ്. ഈ നഴ്സിംഗ് മിനിസ്ട്രി എന്ന് പറയുന്നത് കർത്താവെ അങ്ങ് എനിക്ക് നൽകിയ ദൈവവിളിയാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കർത്താവ് വിശുദ്ധ വചനത്തിൽ മോശയെ വിളിക്കുന്നുണ്ട്. വിക്കനായ ആടിനെ മേയ്ക്കുന്ന, ഒരു നേതൃത്വ പാഠവുമില്ലാത്ത മോശയെ വിളിക്കുമ്പോൾ മോശ കർത്താവിൻ്റെ മുൻപിൽ ഒത്തിരി ഒഴികഴിവുകൾ പറയുന്നുണ്ട്. ഒത്തിരിയേറെ എക്സ്ക്യൂസസ് മോശ നൽകുന്നുണ്ട്. കർത്താവ്, എനിക്ക് സംസാരിക്കുവാനുള്ള പാഠവുമില്ല. കർത്താവ്, നീ വേറെ ആരെങ്കിലും അയക്ക്. കർത്താവ്, എനിക്കൊരു സഹായം നൽകുക. കർത്താവെ, ഞാനില്ല. കർത്താവെ, എനിക്ക് അത്രമാത്രം കഴിവുകളില്ല. എനിക്ക് കർത്താവെ മറ്റുള്ളവരുടെ മുൻപിൽ, അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നവരുടെ മുൻപിൽ എനിക്കൊരു അത്ഭുതമാകാനൊന്നും സാധിക്കില്ല. ഇതൊക്കെയാ പ്രിയമുള്ളവരെ മോശ പറഞ്ഞത്. ആ മോശയോട് കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ നിനക്ക് ശക്തി നൽകുന്നതും ഞാൻ തന്നെയാണ്. നിന്റെ കൂടെ നടക്കുന്നത് ഞാൻ തന്നെയാണ്. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. നിന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തുവാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. ഒത്തിരി ജോലി തിരക്കുകൾ കൊണ്ട് നീ ഓടുമ്പോഴും നീ വിചാരിച്ചേക്കാം നിന്റെ കാലുകൾ തളർന്നു പോകുമോ എന്ന്. കർത്താവ് പറയുന്നു, നിന്റെ കാലുകൾ തളരില്ല. കാരണം നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ എൻ്റെ കാവൽ മാലാഖമാരെ നിയോഗിക്കുന്നതും ഞാൻ തന്നെയാണ്. മകനെ, മകളെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈശോ ഇന്ന് നമ്മളെ എല്ലാവരെയും ഈ സന്നിധിയിലേക്ക് ക്ഷണിച്ചിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിലേക്ക് പൂർണ്ണമായി നൽകാം. ഇത് ദൈവം നൽകിയ തെരഞ്ഞെടുപ്പാണ്. ഇത് ദൈവം ഏറ്റെടുത്ത വിളിയാണ്. എൻ്റെ ദൈവവിളി എന്ന് പറയുന്നത് ഈശോയാകുവാൻ വേണ്ടിയുള്ള ദൈവവിളിയാണ്. കർത്താവിൻ്റെ സൗഖ്യ ശുശ്രൂഷയിലേക്ക് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈശോ എന്നെ വിളിച്ചെങ്കിൽ കർത്താവ് ഇന്ന് നമ്മോട് പറയുകയാ, മകനെ, മകളെ, കൂടുതൽ സ്നേഹത്തോടെ നീ ഒന്ന് നിന്നെ നൽകിക്കേ. മകനെ, മകളെ, കൂടുതൽ ആശ്രയബോധത്തോടുകൂടെ നീ ഒന്ന് ജീവിച്ചേ. മകനെ, മകളെ, കൂടുതൽ ആശ്വാസം നിന്റെ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് നീ ഒന്ന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനായി ഇറങ്ങിച്ചെല്ല്. മകനെ, മകളെ, നീ തന്നെ ഒരു അത്ഭുതമല്ലേ? അങ്ങനെയെങ്കിൽ നിനക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതമായി ഇറങ്ങിച്ചെല്ലാൻ സാധിക്കില്ലേ എന്ന് ഈ ദിവ്യകാരുണ്യീശോ നമ്മോട് പറയുകയാണ്. ആ ദിവ്യകാരുണ്യീശോയിലേക്ക് നമ്മെ പൂർണ്ണമായി നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, നീ എൻ്റെ ജീവിതത്തിൽ ശക്തമായി ഇടപെടണമേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുന്നു, എന്നെ സ്പർശിക്കുന്നു എന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ, ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് എന്നോട് സംസാരിക്കണമേ. കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്, എന്തായി തീരണമെന്ന് എൻ്റെ ഈ നഴ്സിംഗ് മിനിസ്ട്രിയിൽ ദൈവമേ ഓരോ ദിവസവും ഞാൻ എന്തു ചെയ്യണമെന്ന്, ഞാൻ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഈശോയെ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായി ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ കരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് ഈശോ നമ്മോട് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും
കർത്താവിൻ്റെ പ്രത്യേകമായ വചനം വന്നു നിറയേണ്ട നിലങ്ങളാണ്. നമ്മുടെ ഹൃദയ നിലത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ. കാരണം ഈശോ നമ്മെ എല്ലാവരെയും പ്രത്യേകമായി ഈ ഒരു നഴ്സിംഗ് മിനിസ്ട്രി എന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഈശോയായി മാറാൻ. കാരണം ഈശോ ചെന്ന ഇടങ്ങളിലൊക്കെ ഒത്തിരി ആളുകൾ വന്നു നിറഞ്ഞപ്പോൾ അവരെല്ലാവരും രോഗികളായിരുന്നു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അസുഖങ്ങൾ കൊണ്ട് വലഞ്ഞവർ തന്നെയാണ്. കർത്താവിനെ ആവശ്യമുള്ളവരാണ് അന്ന് ഈശോയുടെ അടുക്കിലേക്ക് വന്നു നിറഞ്ഞത്. അന്ന് ഈശോ അവർക്ക് നൽകിയത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സൗഖ്യമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈശോയായി മാറുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെ അടുക്കിലേക്ക്, ഏതൊരു രോഗിയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴും നിങ്ങൾ ആരായി മാറുകയാണ്? നിങ്ങൾ ഈശോയായി മാറുകയാണ്. കാരണം സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയാണ് നിങ്ങളുടെ കരങ്ങളിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. ആ ഒരു രോഗി നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ ആ രോഗി സൗഖ്യം പ്രാപിക്കുന്നത് നിങ്ങളുടെ സ്നേഹമുള്ള ഒരു പരിചരണം കൊണ്ടാണ്. നിങ്ങളുടെ സന്തോഷമുള്ള ഒരു മുഖം ആ രോഗിക്ക് എത്രമാത്രം ആശ്വാസമാണ് എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ജീവിത അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും കർത്താവിൻ്റെ മുമ്പിൽ കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യം അതല്ലേ? ഒത്തിരി രോഗികൾക്ക് ആശ്വാസം, എല്ലാ രോഗികൾക്കും ഏറ്റവും അധികം ആവശ്യം ശരീരത്തിൻ്റെ സൗഖ്യത്തെക്കാൾ കൂടുതൽ എല്ലാ രോഗികളും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? മനസ്സിൻ്റെ ആശ്വാസമാണ്. കാരണം ആരുമില്ല എന്ന് ഉറ്റവർ പോലും പുറത്ത് നിൽക്കുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിങ്ങളല്ലേ? പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും പോലും ഒരു ICUയുടെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ പോലും ഒരു രോഗി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ അടുത്തുണ്ടാകണം. ആ പ്രിയപ്പെട്ടവരായി മാറുന്നത് ആരാ? നഴ്സുമാരാ. ഒരു രോഗിയുടെ ഭാര്യയായി, ഭർത്താവായി, മകനായി, മകളായി ഒക്കെ മാറുവാൻ വേണ്ടിയുള്ള, ഈശോയായി മാറുവാൻ വേണ്ടിയുള്ള പ്രിയമുള്ളവരെ ഒരു വലിയ സൗഖ്യ ശുശ്രൂഷയാണല്ലോ നിങ്ങളെ എല്ലാവരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഇന്ന് കർത്താവ് നമ്മോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിലൂടെ കർത്താവ് പറയുകയാണ്, നീ എന്താണ്? നീ നല്ല നിലമാകണം. നീ നല്ല നിലമായാൽ മാത്രമേ നിന്റെ ജീവിതം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന 100 മേനി ഫലം നിനക്ക് പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രിയമുള്ളവർ ഈശോ പറയുകയാണ്. ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറയുകയാണ്, ഇന്ന് ഈ തിരുവചനങ്ങളിലൂടെ കർത്താവ് പറയുമ്പോൾ 4 തരത്തിലുള്ള നിലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്, ഞാൻ ഈ ഒരു സൗഖ്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിന് വേണ്ടി 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ഹൃദയം ആകേണ്ട എൻ്റെ ഹൃദയം എപ്രകാരമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മളൊന്ന് കുറച്ചു നേരം ഒന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒന്ന് ധ്യാനിക്കണം. ആദ്യത്തെ നിലമായിട്ട് കർത്താവ് വചനത്തിൽ പറയുന്നത് എന്താണ്? ആദ്യത്തെ നിലം എന്ന് പറയുന്നത് കർത്താവ് വഴിയരിക് എന്നാണ് പറയുന്നത്. വഴിയരികിൽ വീണ വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു? പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. അപ്പോൾ വേലി കെട്ടി സംരക്ഷിക്കേണ്ട എൻ്റെ ഹൃദയത്തെ ഞാൻ എന്തിനാ പറവകൾക്ക്, പിശാചിന് വന്ന് കൂടുകൂട്ടുവാൻ വേണ്ടി തുറന്നു കൊടുത്തത്? പ്രിയമുള്ളവരെ, വേലി കെട്ടി സംരക്ഷിക്കേണ്ടതല്ലേ നമ്മുടെയൊക്കെ ജീവിതവും കുടുംബവും ബന്ധങ്ങളുമൊക്കെ. എന്നിട്ടും എന്തേ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക്, നമ്മുടെയൊക്കെ നല്ല ബന്ധങ്ങളിലേക്ക് എന്തുകൊണ്ട് പറവകൾ വന്നിറങ്ങി? ചോദിക്കണ്ടേ? ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്, അമ്മ എന്തെങ്കിലും മീൻ ഉണക്കാനായിട്ട് മുറ്റത്ത് വിരിച്ചിട്ടിട്ട് ഒരു വടിയും പിടിച്ചുകൊണ്ടിരിക്കും. ഒരു വടിയും പിടിച്ച് അമ്മ ഇങ്ങനെ കാവലിരിക്കും കുറച്ച് ഉണക്ക മീനിന് വേണ്ടി. കൊപ്ര ഉണക്കാനിടുമ്പോൾ അതിന് കുറുകെ ഒരു ചരട് കെട്ടിയിട്ട് ആ ചരടിൽ കൈ പിടിച്ചിങ്ങനെ പതുക്കെ പതുക്കെ അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. കുറച്ച് ഉണക്ക മീനിനും കുറച്ച് കൊപ്രയ്ക്കും നമ്മൾ കാവലിരിക്കുന്നുണ്ടെങ്കിൽ, പറവകൾ വന്ന്, കിളികൾ വന്ന് ഈ കൊപ്രയും മീനും എടുത്തുകൊണ്ട് പോകാതിരിക്കുവാൻ നമ്മൾ അതിന് ഇത്രമാത്രം ജാഗ്രതയും കാവലിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവ് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലേക്ക് വചനം ഞാൻ പെയ്തിറക്കിയിട്ട് അത് വന്ന് പറവകൾ കൊത്തിക്കൊണ്ടുപോയി. നിന്റെ ഹൃദയം വഴിയരികാക്കി കളഞ്ഞു.
നീ വേലികെട്ടി സംരക്ഷിക്കാതിരുന്നിട്ടല്ലേ നിന്റെ ജീവിതവും നിന്റെ കുടുംബവും നിന്റെ ബന്ധങ്ങളുമൊക്കെ ഒരുപക്ഷെ നിനക്ക് നഷ്ടപ്പെട്ടു പോയത് പോലും നിന്റെ ഹൃദയം കൊണ്ട് സ്നേഹം കൊണ്ടൊരു വേലികെട്ടി സൂക്ഷിച്ചിരുന്നെങ്കിൽ പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോകുമായിരുന്നോ എന്ന് പ്രിയമുള്ളവരെ നമ്മളോട് ചോദിക്കുക. അപ്പൊ ചില വേലികെട്ടി സംരക്ഷിക്കേണ്ട ബന്ധങ്ങളൊക്കെയുണ്ട്. നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, ഹൃദയങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ കർത്താവ് ഈ നഴ്സിംഗ് മിനിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകണമെങ്കിൽ അത് തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളെ വേലികെട്ടി സംരക്ഷിക്കുകയാണ് എങ്കിൽ നമുക്ക് ആ ഉത്തരവാദിത്വം മറ്റുള്ളവരിലേക്കും കൊടുക്കുവാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തെ, നഴ്സിംഗ് മിനിസ്ട്രിയിലുള്ള എല്ലാവരുടെയും കുടുംബങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സ്നേഹത്തിൻ്റെ വേലി കെട്ടി നമ്മൾ സംരക്ഷിക്കുമ്പോൾ അതൊരു ആശ്വാസമാണ്. ആ ആശ്വാസം ഹൃദയത്തിലുണ്ടെങ്കിൽ, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കൂ. 6-8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്തിട്ട് തിരിച്ചു വീട്ടിൽ വന്ന് കയറി ഉറങ്ങുന്ന നമ്മുടെ ഭവനത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം ചിലപ്പോൾ വളരെ കുറവായിരിക്കാം. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ അളക്കുവാൻ പോകുന്നത് ആ കുടുംബത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. അത് സന്തോഷവും ആശ്വാസവും ഉള്ളതാണോ? അപ്പോൾ വേലികെട്ടി സംരക്ഷിക്കേണ്ടത് ആദ്യം എൻ്റെ കുടുംബമാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് പറയും, നിനക്ക് മറ്റ് എല്ലാ കുടുംബങ്ങളെയും നിനക്ക് സംരക്ഷിക്കുവാൻ സാധിക്കുമെന്ന്. രണ്ടാമതായി കർത്താവ് പറയുകയാണ്, ഈ വിത്ത് വന്നു വീണത് പാറപ്പുറത്താണ് എന്ന് പറയുകയാണ്. പാപം ചെയ്ത് എൻ്റെ ജീവിതവും ഒരു പാറപ്പുറമായി മാറിയോ? പാപം ചെയ്ത് എൻ്റെ ജീവിതം ഒരു പാറപ്പുറമായി മാറിപ്പോയോ? വിശുദ്ധ വചനത്തിൽ ദാവീദ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കാണും. അനുഗ്രഹീതനാണ്, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചവനാ ദാവീദ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവനെ ദൈവം നിയോഗിച്ച് അഭിഷേകം ചെയ്തു രാജാവാക്കി. പക്ഷേ ഒരു പാപം ചെയ്തപ്പോൾ ആ പാപത്തിൽ നിന്ന് പിന്തിരിയാഞ്ഞതിൻ്റെ ഭാഗമായി പിന്നെ അങ്ങോട്ട് ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക്, പിന്നെ പാപം അങ്ങ് ചവിട്ടുപടിയായി മാറി. ഒരു പാപത്തിൽ ചവിട്ടി മറ്റൊരു പാപത്തിലേക്ക്, ആ പാപത്തിൽ ചവിട്ടി മറ്റൊരു പാപത്തിലേക്ക്, അങ്ങനെ പാപം തന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരു ചവിട്ടുപടിയായി മാറി. ഏറ്റവും ഒടുവിൽ ദുരാശ്രയിൽ തുടങ്ങിയ പാപം പിന്നെ ചെന്നു നിന്നത് കൊലപാതകത്തിലാണ്. പാപത്തെ ചവിട്ടുപടിയാക്കി മാറ്റിയവനായി ദാവീദ് മാറിയില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, പാപത്തെ കൂട്ടുപിടിക്കാതിരിക്കാം. കാരണം പാപം നമ്മെ പാറപ്പുറമാക്കി കളയും. ആ പാറപ്പുറമായി മാറിക്കഴിയുമ്പോൾ നമ്മുടെയൊക്കെ നന്മകളൊക്കെ കരിഞ്ഞു പോകും. ഒത്തിരി നന്മകൾ നമുക്കുണ്ടല്ലോ, ഒത്തിരി കൃപകൾ ലഭിച്ചവരല്ലേ ഞാനും നിങ്ങളുമൊക്കെ, ഒത്തിരി അനുഗ്രഹം ലഭിച്ചവരാ നമ്മളൊക്കെ. ഈശോയുടെ അനുഗ്രഹം നമ്മൾക്കൊക്കെ കർത്താവ് വാരിക്കോരി തന്നു എന്നാണ് പറയുന്നത്. നിന്റെ മടിയിൽ നിറച്ച് നിന്റെ ഹൃദയത്തിൽ പോലും നിനക്ക് കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ അധികമായി നിനക്ക് നൽകിയതാണ് പറയുന്നത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം നൽകിയവനല്ലേ കർത്താവ്. പക്ഷേ ഹൃദയം പാറപ്പുറമായി മാറിയാൽ ഈ കൃപകളൊക്കെ കരിഞ്ഞു പോകുമെന്ന് ഈശോ നമ്മോട് പറയുകയാണ്. മൂന്നാമതായിട്ട് കർത്താവ് പറയുന്നുണ്ട്, മുൾച്ചെടികൾ. നമ്മളാരും മുൾച്ചെടികളാകാതിരിക്കാം. നല്ല നിലത്ത് വീണ വിത്തുകൾ മുൾച്ചെടികൾ വന്ന് നശിപ്പിച്ചു കളയുകയാണ്. മുൾച്ചെടികൾ വന്ന് നശിപ്പിച്ചു കളയുമ്പോൾ പ്രിയമുള്ളവർ, ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പ്രിക്ക് ചെയ്യാനായിട്ട് നടക്കുകയാണ്. മറ്റുള്ളവരുടെ നന്മയുണ്ട്, മറ്റുള്ളവർ ജീവിക്കട്ടെ, ഞാൻ എന്തിനാ ഈ മുള്ളുമായിട്ട് ഞാൻ നടക്കുന്നത്? ചുമ്മാ മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രിക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസൂയപ്പെട്ടുകൊണ്ട്, മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മിനിസ്ട്രിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ മുൻപിലുള്ള സാധ്യതകൾ, എനിക്ക് അസൂയപ്പെടാനായിട്ട് ഒത്തിരി സാധ്യതകൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കുന്നു, എനിക്ക് ലഭിക്കുന്നില്ല.
ഞാനും വേറൊരാളും കൂടെ ഒരു കാര്യം ചെയ്തപ്പോൾ അതിലെന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു, അതിലെന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു, എനിക്ക് അതിൻ്റെ പഴി കേൾക്കാതെ വേറൊരാൾക്ക് കിട്ടും. രണ്ടുപേർ കൂടെ ചെയ്ത ഒരു തെറ്റിന് ഒരാൾക്ക് മാത്രം ശകാരം കിട്ടുമ്പോൾ ഉടനെ തന്നെ മനസ്സിൽ അവൾക്ക് മാത്രം, എനിക്കിട്ടെപ്പോഴും ഇങ്ങനെ, ഞാൻ എപ്പോഴും ഇങ്ങനെ, എന്നെ ആരും സ്നേഹിക്കാനില്ല. എന്നിട്ട് ഇതൊക്കെ മറ്റുള്ളവരോടുള്ള പകയായി വെറുപ്പായിട്ടൊക്കെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നല്ല വിത്തുകളെയും ചെടികളെയും ഒക്കെ ഒരുപക്ഷെ ഞാൻ എൻ്റെ അസൂയ കൊണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ചില സെൽഫിഷ്നെസ് കൊണ്ടൊക്കെ ഞാനിങ്ങനെ മുൾച്ചെടിയായി കുത്തിമുറിവേൽപ്പിച്ച് അവരെയൊക്കെ ഞെരുക്കിക്കളയുകയാണോ? മറ്റുള്ളവരുടെ വളർച്ചയെ ഞെരുക്കിക്കളയുന്ന ഒരു മുൾച്ചെടിയാണോ ഞാനെന്നുകൂടെ നമ്മൾ ഈ മിനിസ്ട്രിയിൽ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഇതൊന്നും ആകേണ്ട നമുക്ക് കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നല്ല നിലത്ത് വീണ വിത്താകാൻ വേണ്ടിയാ, നല്ല നിലമാകുവാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈശോ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങൾക്ക് ഒരു വഴിയരികാകേണ്ട, ഞങ്ങൾക്കൊരു പാറപ്പുറമാകേണ്ട, ഞങ്ങൾക്കൊരു മുൾച്ചെടിയാകേണ്ട, മറിച്ച് ഞങ്ങൾ ഒരു നല്ല നിലമായിക്കൊള്ളാം. ഇരുകരങ്ങളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച്, കർത്താവേ, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലമായിയാണ് ഞാൻ മാറേണ്ടത്. കർത്താവെ, ഞാൻ ചെല്ലുന്ന ഇടവും ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിലും കർത്താവെ 100 മേനി ഫലം നൽകുന്ന ഒരു വിത്തായി, നിലമായി ഞാൻ മാറുമ്പോൾ അവരുടെയൊക്കെയും ജീവിതത്തിൽ 100 മേനി സ്നേഹത്തിൻ്റെ വിളവ് കൊയ്യാൻ എനിക്ക് സാധിക്കും. ക്രിസ്തുവായി മാറാൻ എനിക്ക് സാധിക്കും. ക്രിസ്തുവിൻ്റെ സൗഖ്യമായി മാറാൻ ഈശോയെ എനിക്ക് സാധിക്കും. ഈശോയെ എന്നെ നിയോഗിക്കണമേ, ഈശോയെ എന്നെ നിയോഗിക്കണമേ. സ്നേഹനാഥനായ ഈശോയെ, സക്രാരിയിൽ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നള്ളിയിരിക്കുന്ന പൊന്നു തമ്പുരാനെ, ഞങ്ങൾ ലോകമെമ്പാടും ഉള്ള എല്ലാ നേഴ്സുമാരെയും, ഈശോയെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മക്കളെയും ദിവ്യകാരുണ്യനാഥ നിന്നിലേക്ക് സമർപ്പിക്കുന്ന ഈ നിമിഷം, ഈശോയെ, നിൻ്റെ വേലയ്ക്ക് വേണ്ടി നീ ഞങ്ങളെ അവിടുന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ശുശ്രൂഷ മേഖലയിലേക്ക് കൈപിടിച്ച് നിന്നിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ആ സ്നേഹത്തെ ഓർത്തു, നിൻ്റെ കാരുണ്യത്തെ ഓർത്തു ഈശോയെ നന്ദി പറയുന്നപ്പാ. ഈശോയെ, ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും, പ്രത്യേകിച്ച് ഈശോയെ മാനസികവും ശാരീരികവും ആത്മീയവുമായി വേദനിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കഷ്ടതകളും ക്ലേശങ്ങൾ കൊണ്ടും വേദനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ആശ്വാസമായിട്ട് നീ അവിടുന്ന് കടന്നു ചെല്ലണമേ ഈശോയെ. ഈ നിമിഷം കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും സമർപ്പിക്കുന്നപ്പ. ഞങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ അപ്പ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ അപ്പ. ഞങ്ങളായിരിക്കുന്ന ജോലി മേഖലയിൽ അങ്ങ് ഇടപെടണമേ അപ്പ. ഈശോയെ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഈശോയെ നിൻ്റെ വരദാനങ്ങളാൽ ഞങ്ങൾ നിറച്ച് ഈശോയെ നിൻ്റെ എല്ലാ ചൈതന്യവും ഞങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഈശോയെ നിൻ്റെ സാക്ഷികളായി തീരുവാൻ, നിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നീ ഉണർത്തണമേ, ഏറ്റെടുക്കണമേ അപ്പ. ഈശോയെ, ഞങ്ങൾ വെറും പാവികളും അയോഗ്യരും ബലഹീനരുമാണപ്പ. എങ്കിലും നീ ഞങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്തപ്പ. നിനക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ഈശോയെ നിനക്ക് വേണ്ടി തീരുവാൻ, നിന്നിൽ അലിഞ്ഞു തീരുവാൻ, ഒരു മെഴുകുതിരി പോലെ ഉരുകി ഉരുകി ഈശോയെ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയെടുക്കണമേ. നിൻ്റെ സ്നേഹവും കാരുണ്യവും ഒന്നും മാത്രമാണപ്പാ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഞങ്ങളെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത്. ഈശോയെ, പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ മധ്യസ്ഥം വഴി ഈശോയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന അമ്മേ, ഏറ്റെടുക്കണമേ. നിന്റെ നീല അങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഈശോയുടെ കരം പിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ ഓരോ നേഴ്സുമാരിലും അവിടുന്ന് പ്രവർത്തിക്കണമേ.
ഓരോ വിശുദ്ധന്മാരായി ജീവിക്കുവാൻ ഈ ലോക ജീവിതത്തിലെ ഞെരുക്കങ്ങളിലൂടെ നിൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് ഈശോയെ നിൻ്റെ സന്നിധിയിൽ എപ്പോഴും കർത്താവെ ഇരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സകല മാലാഖമാരോടും വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയുടെ നാമം നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ചാരാധിച്ച് നന്ദി പറയാം. ഈശോയെ ആരാധന ആരാധന, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന ആരാധന ആരാധന. എല്ലാവരും ഒരുമിച്ച് പാടുന്നു. ആരാധന ആരാധന. എല്ലാവരും സ്തുതിച്ച് ആരാധന ആരാധന എല്ലാവരും കർത്താവിലേക്ക് സ്തുതിച്ചുകൊണ്ട് ആരാധന ഈശോയെ ആരാധന എൻ്റെ അപ്പാ ആരാധന എൻ്റെ രക്ഷകനായ ഈശോയെ ആരാധന ആരാധന. സൗഖ്യദായകനായ ഈശോയെ നിങ്ങളെല്ലാം ഈശോയെ ആരാധന ആരാധന ആരാധന. നിങ്ങൾ നിരന്തരമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് അരുൾ ചെയ്യുന്ന ദിവ്യകാരുണ്യീശോയ്ക്ക് ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ എൻ്റേതാണ് എന്ന് പറയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വഴി ദിവ്യകാരുണ്യനാഥൻ ലോകം മുഴുവനിലേക്കും ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതോടൊപ്പം ഡൽഹി ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ഡയറക്ടർ ജോർജ് അച്ഛനെയും അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കാം. വിശുദ്ധ പാദ്രി പിയോ പറയുന്നു, നിങ്ങളുടെ ആശ്രയം കർത്താവിൽ മാത്രമായിരിക്കട്ടെ എന്ന്. കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.